JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവസ്വം ബോർഡ് LD ക്ലർക്ക് പരീക്ഷ ജൂലൈ 13-ാം തീയതി നടക്കാൻ പോവുകയാണ് അല്ലേ. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മൂലബിംബം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ മൂലബിംബം എന്നാണ് പറയുന്നത്. മൂർത്തി എന്നത് ഒരു ദൈവിക രൂപത്തെ പൊതുവായി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഉപദേവൻ എന്നത് പ്രധാന പ്രതിഷ്ഠയോടൊപ്പം പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറിയ ദൈവങ്ങളാണ്. ബലിക്കല്ല് എന്നത് ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന് പുറത്തുള്ള ബലിപീഠമാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? മൂലബിംബം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മൂലബിംബം. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രത്തില് ദീപാരാധന നടത്തുന്ന സമയത്ത് സാധാരണയായി മുഴക്കുന്ന വാദ്യം ഏതാണ്? ക്ഷേത്രത്തില് ദീപാരാധന നടത്തുന്ന സമയത്ത് സാധാരണയായി മുഴക്കുന്ന വാദ്യം ഏതാണ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഇടയ്ക്കയാണല്ലേ. ക്ഷേത്രങ്ങളിൽ ദീപാരാധനയുടെ സമയത്ത് സാധാരണയായി മുഴക്കുന്ന വാദ്യം ഇടയ്ക്കയാണ്. ഇത് വളരെ മൃദുലവും ഭക്തി നിർഭരവുമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു വാദ്യമാണ്. ചെണ്ടയും മദ്ദളവും തകിലും മറ്റു പൂജകൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ ദീപാരാധനയുടെ സമയത്ത് നടത്തുന്ന സാധാരണയായി മുഴക്കുന്ന വാദ്യമാണ് ഇടയ്ക്ക. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയെ എന്തു പറയുന്നു? ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയെ എന്തു പറയുന്നു? എന്താണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ചുറ്റമ്പലം എന്നാണ് പറയുന്നത് അല്ലേ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള ഭാഗം ചുറ്റമ്പലം എന്ന് അറിയപ്പെടുന്നു. ഇവിടെയാണ് ഭക്തർ പ്രദക്ഷിണം വയ്ക്കുന്നത്. നാലമ്പലം എന്നത് ശ്രീകോവിൽ ഉൾപ്പെടുന്ന അകത്തെ പ്രധാന കെട്ടിടത്തെയാണ് പറയുന്നത്. നമസ്കാര മണ്ഡപം എന്ന് നമസ്കരിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ബലിക്കൽപുര എന്നത് ബലിക്കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഏതാണ് ആൻസർ? ചുറ്റമ്പലം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയെ ചുറ്റമ്പലം എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും മറ്റും കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് ആരാണ്? ആരാണ് ഈ ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും മറ്റു കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്? ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ആരാണ്? മേൽശാന്തിയാണ് അല്ലേ. ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും തന്ത്രപരമായ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് മേൽശാന്തിയാണ്. കീഴ്ശാന്തി മേൽശാന്തിയെ സഹായിക്കുന്ന ആളാണ്. കഴകം എന്നത് ക്ഷേത്രത്തിലെ ശുചീകരണവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നവരാണ്. വാര്യർ എന്ന ക്ഷേത്രത്തിലെ പൂജകൾക്ക് ആവശ്യമായ പൂക്കളും മറ്റു സാധനങ്ങളും ഒരുക്കുന്നവരാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ. ഇനിയിപ്പം ചോദ്യം മാറി വന്നാലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ക്ഷേത്രത്തിലെ നിത്യേനയുള്ള പൂജകൾക്കും തന്ത്രപരമായ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത് മേൽശാന്തിയാണ്. കീഴ്ശാന്തി ആരാണ്? മേൽശാന്തിയെ സഹായിക്കുന്ന ആളാണ്. കഴകം എന്നത് എന്താണ്? കഴകം എന്നത് ക്ഷേത്രത്തിലെ ശുദ്ധീകരണവും മറ്റും കാര്യങ്ങളും ചെയ്യുന്നവരാണ്. വാര്യർ എന്നത് ക്ഷേത്രത്തിലെ പൂജകൾക്ക് ആവശ്യമായ പൂക്കളും മറ്റു സാധനങ്ങളും ഒരുക്കുന്നവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണുന്ന ദീപസ്തംഭം എന്തിന്റെ പ്രതീകമാണ്? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണുന്ന ദീപസ്തംഭം എന്തിന്റെ പ്രതീകമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ജ്ഞാനമാണ് അല്ലെ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കാണുന്ന ദീപസ്തംഭം എന്തിന്റെ പ്രതീകമാണ്? ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ക്ഷേത്രങ്ങളിലെ ദീപസ്തംഭം ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനം നേടുക എന്നതാണ് ദീപം കൊളുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷത എന്താണ്? കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷത എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മരവും ഓടും ഉപയോഗിച്ചുള്ള മേൽക്കൂരകൾ.
കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒരു പ്രധാന സവിശേഷതയാണ് മരവും ഓടും അല്ലെങ്കിൽ ചെമ്പ്, സ്വർണം എന്നിവ ഉപയോഗിച്ചുള്ള ചെരിഞ്ഞ മേൽക്കൂരകള്. ഇത് കേരളത്തിന്റെ മഴക്കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതാണ്. മറ്റു വാസ്തുവിദ്യകളില് ഉയരം കൂടിയ ഗോപുരങ്ങളും കല്ലിലുള്ള കൊത്തുപണികളും സാധാരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കുന്നതും ഉത്സവബലിക്ക് പ്രധാനമായതുമായ ഭാഗം ഏതാണ്? ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കുന്നതും ഉത്സവബലിക്ക് പ്രധാനമായതുമായ ഭാഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ബലിക്കല്ലാണ് അല്ലെ. ബലിക്കല്ല്. ക്ഷേത്രത്തിലെ ബലിക്കല്ലുകള് പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു. ഉത്സവബലി നടത്തുന്ന സമയത്ത് ഈ ബലിക്കല്ലുകൾക്ക് പ്രാധാന്യമുണ്ട്. നമസ്കാര മണ്ഡപം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്. വിളക്കുമാടം വിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടമാണ്. കൂത്തമ്പലം കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ബലിക്കല്ലുകൾ പ്രതിഷ്ഠയുടെ ശക്തി സ്വരൂപമായി കണക്കാക്കപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീകോവിലിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളെ എന്തു പറയുന്നു? ശ്രീകോവിലിന് ചുറ്റുമൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴാൻ പോകുന്ന അവസരത്തിൽ കാണാറുണ്ട് അല്ലേ. ശ്രീകോവിലിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരെയൊക്കെ കാണാറുണ്ട്. നമ്മൾ അവിടെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഷ്ഠകളെ എന്താണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. പരിവാര ദേവതകൾ. ശ്രീകോവിലിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളെ പരിവാര ദേവതകൾ എന്ന് പറയുന്നു. ഉപദേവന്മാർ എന്നത് പൊതുവായി പ്രധാന ദേവനെ കൂടാതെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവന്മാരെ സൂചിപ്പിക്കുന്നു. എന്നാൽ പരിവാര ദേവതകൾ എന്നത് പ്രധാന ദേവന്റെ കൂടെയുള്ള ദേവന്മാരെയാണ്. ദ്വാരപാലകർ എന്നത് ക്ഷേത്രവാതിലുകളിൽ കാക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ. ദ്വാരപാലകരെ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ പരിവാര ദേവതകളെ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഉപദേവന്മാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ലായിരിക്കും അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക, ശ്രീകോവിലിന് ചുറ്റുമുള്ള ചെറിയ ദേവന്മാരുടെ പ്രതിഷ്ഠകളെ പരിവാര ദേവതകൾ എന്ന് പറയുന്നുണ്ട്. ഉപദേവന്മാർ എന്നത് പൊതുവായിട്ട് പ്രധാന ദേവനെ കൂടാതെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പരിവാര ദേവതകൾ എന്നതിന് പ്രധാന ദേവന്റെ കൂടെയുള്ള ദേവന്മാരെയാണ്. എന്നാൽ ദ്വാരപാലകർ എന്നത് ക്ഷേത്രവാതിലുകൾ കാക്കുന്നവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കളമെഴുത്തുപാട്ട് ഏതു ദേവതയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലയാണ്? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കളമെഴുത്തുപാട്ട് ഏത് ദേവതയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലയാണ്? ആർക്കെങ്കിലും അറിയാവോ ഏത് ദേവതയുമായി ബന്ധപ്പെട്ടതാണെന്ന്? ഭദ്രകാളിയാണ് അല്ലേ. കളമെഴുത്തുപാട്ട് പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ദേവിയുടെ രൂപം നിലത്തു വരച്ച് കളമെഴുതി പാട്ടുകളിലൂടെ സ്തുതിക്കുന്ന ചടങ്ങാണ് ഇത്. എന്ത്? കളമെഴുത്തുപാട്ട്. അപ്പോൾ കളമെഴുത്തുപാട്ട് പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമായ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നതിന് മുമ്പ് നടത്തുന്ന ചടങ്ങ് ഏതാണ്? കേരളത്തിലെ പ്രധാന ആഘോഷമായ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നതിന് മുൻപ് നടത്തുന്ന ചടങ്ങ് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അങ്കുരാതി. എന്താണ്? അങ്കുരാതി. ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തുന്നതിന് മുൻപ് നടത്തുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്ത്? അങ്കുരാതി. ഇത് ഉത്സവത്തിന്റെ ആരംഭം കുറിക്കുന്ന ചടങ്ങാണ്. പള്ളിവേട്ടയും ആറാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളാണ്. ശുദ്ധികലശം എന്ന ക്ഷേത്രത്തിലെ ശുദ്ധീകരണത്തിനുള്ള പൂജയാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? അങ്കുരാതി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തിടമ്പ എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്ന ആനകളെ ഒരുമിച്ച് നിർത്തുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ തിടമ്പ എഴുന്നള്ളിക്കാൻ ഉപയോഗിക്കുന്ന ആനകളെ ഒരുമിച്ച് നിർത്തുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ആനക്കൊട്ടിൽ അല്ലെ. ആനക്കൊട്ടിൽ. ക്ഷേത്രങ്ങളില് ഉത്സവ സമയത്ത് തിടമ്പ് എഴുന്നള്ളിക്കാനായിട്ട് ആനകളെ കെട്ടി നിർത്തുന്ന സ്ഥലമാണ് ആനക്കൊട്ടിൽ. അടുത്ത ക്വസ്റ്റ്യൻ.
ക്ഷേത്രത്തിലെ പൂജാവിധികൾ അനുഷ്ഠിക്കുന്നതിന് തന്ത്രശാസ്ത്രപരമായി അവകാശം ആർക്കാണ്? ക്ഷേത്രത്തില് പൂജാവിധികളൊക്കെ അനുഷ്ഠിക്കുന്നതിന് തന്ത്രശാസ്ത്രപരമായി അവകാശം ആർക്കാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? തന്ത്രിക്കാണ് അല്ലേ. ക്ഷേത്രത്തിലെ പൂജാവിധികളൊക്കെ ശുദ്ധികലശം, പ്രതിഷ്ഠാ കർമ്മങ്ങൾ തുടങ്ങിയ തന്ത്രപരമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാനും അവകാശം ആർക്കാണ്? തന്ത്രിക്കാണ്. മേൽശാന്തി നിത്യപൂജകൾ ചെയ്യുന്നുണ്ടെങ്കിലും തന്ത്രം തന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഊരാളൻ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഉള്ളയാളോ കാര്യങ്ങൾ നോക്കുന്നയാളോ ആകാം. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രത്തിലെ ദർശനത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്ന കവാടം ഏതാണ്? ക്ഷേത്രത്തിലെ ദർശനത്തിനായിട്ട് സാധാരണയായി ഉപയോഗിക്കുന്ന കവാടം ഏതാണ്? നിങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുന്ന അവസരത്തിൽ ദർശനത്തിനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കവാടം ഉണ്ട് അല്ലേ. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ആ കവാടം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഗോപുരമാണ് അല്ലേ. ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കവാടം ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും വലിയ ഗോപുരങ്ങൾ കാണാറില്ലെങ്കിലും പ്രധാന പ്രവേശന കവാടത്തെ പൊതുവെ ഗോപുരം എന്ന് തന്നെയാണ് പറയാറുള്ളത്. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന കവാടമാണ് ഗോപുരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഗോപുരം. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രത്തില് നാദ്യ വസ്തുക്കൾ ഈ തയ്യാറാക്കുന്ന സ്ഥലം ഏതാണ്? ഈ അമ്പലത്തിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ദേവന്മാർക്കുള്ള നേദ്യ വസ്തുക്കൾ ഉണ്ടല്ലോ, തയ്യാറാക്കുന്ന സ്ഥലം അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് സ്ഥലമാണ്? ആ തയ്യാറാക്കുന്ന സ്ഥലം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ. അടുക്കള അല്ലെങ്കിൽ തിടപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തില് ദേവന് സമർപ്പിക്കാനുള്ള നേദ്യ വസ്തുക്കളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കുന്ന സ്ഥലം തിടപ്പള്ളി അല്ലെങ്കിൽ അടുക്കള എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ പായസമൊക്കെ എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കഴിപ്പിക്കാറുണ്ട് അല്ലേ. ക്ഷേത്രങ്ങളിലൊക്കെ പായസം കഴിപ്പിക്കാറുണ്ട് അല്ലേ. പ്രസ്തുത പായസവും പാൽപായസവും അതുപോലെ തന്നെ മറ്റു നേദ്യ വസ്തുക്കളൊക്കെ തയ്യാറാക്കുന്ന സ്ഥലം തിടപ്പള്ളി അല്ലെങ്കിൽ അടുക്കള എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പടയണി എന്ന അനുഷ്ഠാനം ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പടയണി എന്ന അനുഷ്ഠാനം ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗവതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പടയണി എന്നത് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ, വിശേഷിച്ച് മധ്യ തിരുവിതാംകൂറിലെ ചില പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപമാണ്. ഇത് ദേവിയെ പ്രീതിപ്പെടുത്താനായി നടത്തുന്നതാണ്. എന്ത്? പടയണി. പടയണി എന്നത് കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ, വിശേഷിച്ച് മധ്യ തിരുവിതാംകൂറിലെ ചില പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാന അനുഷ്ഠാന കലാരൂപമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.